നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയിംസ് വരുമട മറ്റേ മോനെ. പൊതുവേദിയിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു ഒറ്റ പ്രഖ്യാപനമായിരുന്നു ഇങ്ങനെ. ഈ മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വിളിച്ചത് മന്ത്രി ഗണേശനെയാണ് എന്നുള്ള ആരോപണം ശക്തമാകുകയാണ്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മന്ത്രി ഗണേഷ് കുമാർ കിട്ടുന്ന വേദികളിലെല്ലാം കയറി ഇറങ്ങി സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു എയിംസിന്റെ വിഷയത്തിൽ തന്നെ. ഇതോടെയാണ് ഇന്നിപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ സുരേഷ് ഗോപി എയിംസ് വരുമട മറ്റേ മോനെ എന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അധിക്ഷേപ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നതോടെ വിഷയം വീണ്ടും വിവാദമാകുകയാണ്. എയിംസ് കേരളത്തിലേക്ക് വരുമെന്ന അവകാശവാദത്തിനിടെയായിരുന്നു സുരേഷ് ഗോപി ആരുടെയും പേര് പ്രത്യേകമായി എടുത്തു പറയാതെ അധിക്ഷേപ പരാമർശം നടത്തിയത്. തൃപ്പൂണിത്തുറ NM ഹാളിൽ BJP സംഘടിപ്പിച്ച വികസിത തൃപ്പൂണിത്തുറയ്ക്കായി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത്. ആരുടെയും പേരൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും കൃത്യമായി ഇത് ഗണേശനുള്ള കൊട്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, സുരേഷ് ഗോപി ഇപ്പോഴും ഷാജി കൈലാസ് സിനിമയിലെ രഞ്ജി പണിക്കർ ഡയലോഗിൽ ജീവിക്കുകയാണ്. ചില സമയത്തൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഗണേശന് കിട്ടിയത് നന്നായി എന്ന് ഇപ്പോൾ പലരും പറയുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ സിനിമാ ഡയലോഗുകളെ വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും പഠിക്കുക. കയ്യടിക്കും മറ്റാവേശം കാണിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ പ്രകടനങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ ആ തരത്തിൽ വിമർശിക്കുകയും ചെയ്യാറുണ്ട്. സുരേഷ് ഗോപി എന്തായാലും കുറച്ചുകൂടി പക്വത കാണിക്കണം എന്നാണ് സോഷ്യൽ മീഡിയ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ മറ്റ് ചില ആൾക്കാർ ഇപ്പോൾ കയ്യടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിക്ക്. കാരണം ഗണേശന് 2 കിട്ടേണ്ടതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് VS-നെ പണ്ട് കളിയാക്കിയ ഇവന് ഇതിലും കുറച്ചുകൂടി കിട്ടേണ്ടതായിരുന്നു എന്ന് ചില CPM-കാരും പറയുന്നുണ്ട്. എയിംസിനായി കൂടുതൽ ജില്ലകളുടെ പേര് നിർദ്ദേശിക്കാനാണ് 2015 മുതൽ കേന്ദ്ര സർക്കാർ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. 2 ജില്ലയെ ഫോക്കസ് ചെയ്താണ് അവർ നീങ്ങുന്നത്. അതിൽ ഒരിടത്ത് ചില അവിശുദ്ധ നീക്കം ഉള്ളതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തീർച്ചയായും കേരളത്തിൽ ഒരു ജില്ലയിൽ എയിംസ് വരും. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ളവർ ആ ഭയത്തിൽ മുങ്ങി മരിക്കട്ടെ. നിലവിൽ 2 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് എയിംസ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ വികസന കാര്യങ്ങളിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ജില്ല എന്ന നിലയിൽ ആലപ്പുഴയ്ക്ക് എയിംസിനായി മുൻഗണന നൽകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് പരിഗണിക്കേണ്ടത് തൃശൂർ ജില്ലയെ ആയിരിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശൂരിന് എയിംസ് നൽകുന്നതാണ് നീതിയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പുച്ഛം കാണും, കേരളത്തിൽ എയിംസ് വരുമെന്ന് പറയുമ്പോൾ പലരും അങ്കലാപ്പിലാകുന്നുമുണ്ട്. പുച്ഛിക്കും, അത് അവരുടെ DNA ആണ്. അതവർ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. POS മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളുടെ പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരുമെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞപ്പോൾ രാജ്യസഭയിൽ നിന്നുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധൻ, സുപ്രീം കോടതിയിലെ വലിയ വക്കീൽ രാജാവ് എന്താണ് പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ വിൽക്കുന്നവർ ഉടൻ തന്നെ POS ഒക്കെ വെച്ച് ഉണ്ടാക്കി കളയും. അവരുടെ അടുത്ത് POS മെഷീൻ ഉണ്ടോ, ചാർജ് ചെയ്യാൻ സൗകര്യമുണ്ടോ, വൈഫൈ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയല്ലേ ചോദിച്ചത്. ഇന്ന് രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് പറഞ്ഞത്? വി ഡോണ്ട് ടേക്ക് കറൻസി എന്നിടത്തെത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇതോടെയാണ് സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിയുടെ ഈ മറ്റേ മോനെ എന്നുള്ള പ്രയോഗം അങ്ങ് ഏറ്റെടുത്തു. അത് ഗണേശനുള്ള മറുപടിയാണെന്ന് എല്ലാവരും പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അതിൽ ആരുടെയും പേരൊന്നും പറഞ്ഞിരുന്നില്ല. എയിംസിനെ എതിർക്കുന്നവരെ മൊത്തത്തിൽ അങ്ങ് മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി വിളിച്ചതാണ് എന്ന് പറയുന്നു. അല്ല, ഇത് ഗണേശന് മാത്രമുള്ള കൊട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും സുരേഷ് ഗോപി ഇത്തരത്തിൽ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു പക്വത ഇനിയെങ്കിലും സുരേഷ് ഗോപി കാണിക്കണമെന്നാണ് പലരും ഓർമ്മപ്പെടുത്തുന്നത്. പൊതുവേദികളിൽ കയ്യടി കിട്ടാൻ ഇമാതിരി ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപി പക്ഷേ വിവാദങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പെടാതെ ഓടുന്ന കാഴ്ചയും കാണാറുണ്ട്.
അതുകൊണ്ട് ഡയലോഗടി മാത്രം കൊണ്ട് മുൻപോട്ട് പോകാമെന്ന് സുരേഷ് ഗോപി കരുതണ്ട എന്ന് പലരും മറുപടി കൊടുക്കുന്നു. ഇതിനിടെ ഇത് ഗണേശനുള്ള കൊട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരു പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്: ഗുണേശൻ മന്ത്രി സകല വേദികളിലും എയിംസിനെ പരിഹസിച്ചും പുച്ഛിച്ചും നടക്കുന്നത് കണ്ടപ്പോഴേ കരുതിയതാണ് തിരിച്ചു കിട്ടുമെന്ന്. സുരേഷ് ഗോപി പറഞ്ഞത് പണ്ട് ഡിജിറ്റൽ ഇന്ത്യയെ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു മറുപടി. എന്നിട്ട് എന്തായി? ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകൾ വരെ കറൻസി മാറ്റി ഡിജിറ്റൽ ആയില്ലേ? ഇപ്പോൾ എയിംസ് വരുമെന്ന് പറയുമ്പോഴും അതേ പുച്ഛം തന്നെ. ഈ പുച്ഛക്കാർക്കുള്ള മറുപടി ജനങ്ങളാണ് നൽകേണ്ടത്. ഇന്ത്യ ഡിജിറ്റൽ ആവില്ല എന്ന് പറഞ്ഞിടത്ത് ഡിജിറ്റൽ ആയെങ്കിൽ എയിംസും വന്നിരിക്കും മറ്റേ മോനെ. മറുപടി ഇത്തിരി കൂടിപ്പോയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു സഹപ്രവർത്തകൻ എന്ന പരിഗണന പോലും നൽകാതെ സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ അതൊന്നും രണ്ടുമല്ല പലതവണ ചെയ്ത ആളാണ് ഗണേശൻ മന്ത്രി. പണ്ട് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരും മുൻപ് രണ്ടാനമ്മയുടെ ക്രൂര മർദ്ദനത്തിനിരയായ ഒരു കുഞ്ഞിൻ്റെ വാർത്ത ഓർമ്മയില്ലേ? ആ കുഞ്ഞിനെ കാണാൻ അന്ന് SG പോയപ്പോൾ കമ്മീഷണറിലെ പോലീസ് തൊപ്പിയും കൊണ്ടാണ് പോയത്. ആ കുഞ്ഞിനത് സമ്മാനമായി നൽകി അവൻ്റെ മുഖത്തൊരു ചിരിയും വരുത്തിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. എന്നാൽ എല്ലില്ലാത്ത നാക്കുള്ള ഗണേശൻ മന്ത്രി തൃശൂർ ലോക്സഭ ഇലക്ഷൻ സമയത്ത് അതിനെയും പരിഹസിച്ച് കളിയാക്കി. MLA മുകേഷ് ഗണേശനേക്കാൾ വലിയ പിണറായി ഭക്തനും പാർട്ടിക്കാരനുമാണ്. എന്നിട്ട് അങ്ങേര് സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയത്തിനതീതമായ ചില പരസ്പര ബഹുമാനങ്ങളുണ്ട്. അതില്ലാത്തവര് മറ്റേ മോനെ എന്ന വിളി കേൾക്കേണ്ടി വരും. പണ്ട് ഗണേശൻ UDF-ലായിരുന്നപ്പോൾ സഖാവ് VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചവനാണ്. അതുകൊണ്ട് ഈ മറ്റേ മോൻ വിളി കൂടിപ്പോയെന്ന ചിന്ത വേണ്ട. ഇതായിരുന്നു ഒരു പോസ്റ്റ്. ഇത് മാത്രമല്ല, ഈ പോസ്റ്റിന് താഴെ ഒരു കമന്റും വന്നിരുന്നു. അതായത് VS-നെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചവന്റെ തനിക്കൊണം പിന്നീട് കേരളം കണ്ടതല്ലേ എന്നും ഈ മറ്റേ മോൻ വിളി കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എന്നുള്ള മറുപടികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപി കത്തിച്ചു വിട്ട ഈ ഒരു വിവാദം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.